സോ മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ. സോ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി നമുക്ക് പറയാം കോർഡിനേഷനും കൂടെ ചോദിച്ചതാണ്. കോർഡിനേഷനിലും പിന്നെ നമ്മുടെ എന്താ പറയുക കെമിക്കൽ ബോണ്ടിങ്ങും വേണമെങ്കിൽ അത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. രണ്ട് പാർട്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? കോർഡിനേഷനാണ് ബേസിക്കലി കേട്ടോ. അപ്പോൾ ഐഡൻറ്റിഫൈ ഫ്രം ദ ഫോളോയിങ് സ്പീഷീസ് ഇൻ വിച്ച് D2sp3 ഹൈബ്രിഡൈസേഷൻ ഈസ് ഷോൺ ബൈ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റം D2sp3 കാണിക്കുന്ന കോൺഫിഗറേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ മക്കളെ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എന്താ CONH3 6 3+. അപ്പോൾ കൊബാൾട്ട് 3+ സ്റ്റേറ്റിൽ NH3 ആണ്. ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഒക്ടാഹെഡ്രൽ ജോമെട്രിയാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് D2sp3. ഇനി നിങ്ങൾ BrF5 ശരിക്കും BrF5 എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ BrF5ൽ എത്ര ബോൺ പെയർ ലോൺ പെയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BRൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് + 5 / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ 6 ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തെഴുതാം sp3d2 ആയിരിക്കും അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അടുത്ത മക്കളെ PtCl4 2- PtCl4 2- ആണ് തന്നിരിക്കുന്നത്. വിച്ച് മീൻസ് Pt2+ സ്റ്റേറ്റ് ആണ്. Pt2+ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്ത് വരും DsP2 ആണ് ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരും. സോ മക്കളെ അടുത്തത് SF6. അപ്പോൾ നിങ്ങൾ SF6നെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് ലോൺ പെയറും ബോൺ പെയറിൻ്റെ എണ്ണം നോക്കിയിട്ടുണ്ടെങ്കിൽ സൾഫറിൻ്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് + 6 ഫ്ലൂറിൻ / 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആൻഡ് യു ക്യാൻ ഗെറ്റ് sp3d2. സോ ഇത് 4 നമ്മുടെ ഹൈബ്രിഡൈസേഷൻസ്. ഓക്കെ, നമുക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VBT ഒക്കെ വെച്ച് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ നമ്മളിത് ശീലിച്ചവരാണ്. സോ എന്ത് വരും മക്കളെ? അങ്ങനെയാണെങ്കിൽ നെറ്റ് ആൻസർ എന്താ വരിക? ആൻസർ വിൽ ബി 1. ഓക്കെ അല്ലേടാ?